ബിഗ് ബോസിൽ മത്സരം കൂടുതൽ കടുപ്പത്തിലാകുന്നതിന്റെ ഒരു ലക്ഷണങ്ങളാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എല്ലാ മത്സരാർത്ഥികളും ഒരുപോലെ തങ്ങളുടെ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നു എന്നതാണ്. ആരും മാറി നിൽക്കാൻ ശ്രമിക്കാതെ തങ്ങളുടെ സ്ട്രാറ്റജികൾ നടപ്പാക്കാനും അത് കൃത്യമായിട്ട് സഹ മത്സരാർത്ഥികളിൽ എത്തിക്കാനും അവർ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിഗ് ബോസിൽ ശരിക്കും സംഭവ ബഹുലമായിരുന്നു കാര്യങ്ങൾ. രേണു സുധിയും അക്ബറും തമ്മിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ദിവസം കൂടിയായിരുന്നു ഇത്. രേണുവിനെതിരെ അക്ബർ നടത്തിയ മോശം പരാമർശങ്ങൾ വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അതിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. അക്ബർ മാപ്പ് പറയണമെന്നാണ് രേണുവും പ്രേക്ഷകരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. മറുവശത്ത് ഷാനവാസ്, അപ്പാനി, ശരത്ത് തുടങ്ങിയ താരങ്ങൾ തങ്ങളുടേതായിട്ടുള്ള മൈൻഡ് ഗെയിമുമായിട്ട് രംഗത്തുമുണ്ട്. അതിലെ ഷാനവാസിനെയാണ് ഇപ്പോൾ പല താരങ്ങളും ഉന്നം വെക്കുന്നത്. അതിനിടയിൽ കോമണറും ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനും കൂടിയായ അനീഷും രംഗത്തുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അനീഷിന്റെ പ്രവൃത്തി തന്നെയാണ്. നേരത്തെ ബിഗ് ബോസിൽ നിന്നും കയ്യാങ്കളിയുടെ പേരിൽ 1-2 താരങ്ങൾ പുറത്തായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ. 4ാം സീസണിൽ 70ാം ദിവസമാണ് റോബിനെ പുറത്താക്കിയത്. സഹ മത്സരാർത്ഥിയുടെ കരണത്ത് അടിച്ചു എന്നുള്ള കുറ്റത്തിനാണ് റോബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത്. ഏതാണ്ട് അതേ ഗതി തന്നെയാണ് അനീഷിനെയും കാത്തിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഒരു ടാസ്കിനിടെയാണ് ഈ ഒരു സംഭവം നടന്നത്. വീക്കിലി ടാസ്ക് ആയിരുന്നു നടന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കയ്യാങ്കളിയിലേക്കും അതിനുശേഷമുള്ള പുറത്താക്കലിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു സംഭവ വികാസമായിരുന്നു അത്. എന്നാൽ ഒരു അണുവിട വ്യത്യാസത്തിന് മാറിപ്പോയതും അനീഷിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് പ്രേക്ഷകരും പറയുന്നു. ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പണിപ്പെട്ടിയിൽ ചുവപ്പ്, കറുപ്പ്, ഗോൾഡ് എന്നീ നിറങ്ങളിലുള്ള കോയിനുകളാണ് ഉണ്ടായിരുന്നത്. ഗോൾഡ് കോയിനിൽ സൂപ്പർ പവർ ഉണ്ട്. ബസർ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കോയിനുകൾ എടുക്കുന്നതായിരുന്നു ടാസ്ക്. മത്സരാർത്ഥികൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ഇതിൽ വളരെ കുറച്ചുപേര് മാത്രമാണ് വിജയിച്ചതെന്നും കാണാം. ഇതിന് പിന്നാലെ എല്ലാവരും ലിവിംഗ് ഏരിയയിലേക്ക് ഒത്തുകൂടിയിരുന്നു. ഇവിടെ വെച്ച് ആര്യനും അനീഷും തമ്മിൽ തർക്കവും ഉടലെടുത്തു. ആര്യന്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻ അനീഷ് എടുത്തുവെന്ന് പറഞ്ഞായിരുന്നു തർക്കത്തിന്റെ തുടക്കം. പിന്നാലെ ആര്യന്റെ വെല്ലുവിളിയും വന്നു. എന്നോട് കളിക്കരുത്, നീ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, എവിടെ വെച്ചാലും ഞാൻ എടുക്കും, നീ ഉറങ്ങ് എന്നായിരുന്നു ആര്യൻ പറഞ്ഞത്. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നാലും എന്നിൽ നിന്ന് നിനക്ക് കോയിന് കിട്ടില്ല എന്നായിരുന്നു അനീഷിന്റെ മറുപടി. ഇതിനിടെ ആര്യൻ അനീഷിന്റെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. മറ്റു മത്സരാർത്ഥികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ദേഷ്യത്തോടെ ചവിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ആര്യന് നേർക്ക് കാല് ഉയർത്തുകയായിരുന്നു. എന്നാൽ ചവിട്ട് ഏൽക്കാത്തതുകൊണ്ടും വലിയൊരു പ്രശ്നത്തിൽ നിന്നും അനീഷ് ഒഴിവാവുകയും ചെയ്യുകയാണ്. എങ്കിലും ലാലേട്ടൻ എത്തുന്ന ഈ ഒരു എപ്പിസോഡിൽ ഇത് ചർച്ചയാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഒരുപക്ഷെ റോബിനും റോക്കിക്കും ഒക്കെ സംഭവിച്ചത് തന്നെ അനീഷിന് വരുമോ എന്നാണ് ചോദ്യം.